ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ആവോലി മീൻകറിയാണ്. ആവോലി കൊണ്ടൊരു മീൻകറി. ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് പതിവുപോലെ തന്നെ ചുമന്നുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഒരുവിധം പച്ചമണം മാറി വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മളതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി നമുക്ക് എരിവിനാവശ്യമുള്ള മുളക് പൊടി ഇടാം. ഞാനൊരു 2.5 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. കാരണം മീൻ കുറച്ചേ ഉള്ളൂ, ഒരു 3 മീനേ ഉള്ളൂ. അതിൽ നിന്നൊരു 2-3 കഷ്ണം ഞാൻ വറക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പകെ കറിയാക്കുന്നുള്ളൂ. അപ്പോൾ അത്രയും മുളക് മതി. ഒരു 2.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങയൊന്നും ഇല്ല കേട്ടോ, അതിനേക്കാളും കുറച്ച്, ഒരു കൂടിപ്പോയ ഒരു 1.5 പിടുത്തം തേങ്ങ അരച്ചതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഞാൻ തേങ്ങ അരച്ചാൽ മിക്ക മീൻകറിയും വെക്കുന്നത്. തേങ്ങ അരയ്ക്കാതെ വെക്കുന്ന മീൻകറിയൊക്കെ വലിയ നെയ്മീൻ അങ്ങനെയുള്ളതൊക്കെയാണ് തേങ്ങ അരയ്ക്കാതെ വെക്കുന്നത്. ഇതിനകത്തേക്ക് ഞാൻ അത്രയും തേങ്ങ അരച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുടംപുളി ഇട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള വെള്ളം, ആ മിക്സി കഴുകിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം, അതെല്ലാം അരപ്പെല്ലാം ഒന്ന് മൂത്തെന്ന് വെച്ചാൽ ഒന്ന് പച്ചമണം മാറി വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് അരപ്പ് തിളയ്ക്കാൻ വയ്ക്കും. അരപ്പ് തിളച്ചതിന് ശേഷം നമ്മൾ ആ മീനെല്ലാം അതിനകത്തേക്ക് എടുത്തിട്ടിട്ട് കറി ഒന്ന് കുറുകി വരണം. അത് നമ്മൾ അടുപ്പത്ത് വെച്ചിരുന്ന് കാണിക്കുമ്പോൾ, നമ്മളിപ്പം വാങ്ങാൻ പോകുമ്പോഴാണെങ്കിലും അടുപ്പത്ത് വെച്ചിരുന്ന് കാണിക്കുമ്പോൾ അതിനകത്ത് കറി കുറുകിയതുപോലെ നമുക്ക് തോന്നില്ല. പക്ഷേ അത് അടുപ്പത്തുനിന്ന് മാറ്റി കഴിയുമ്പോഴത്തേക്കും നല്ല സെറ്റായിട്ടുണ്ടാവും. അതുപോലെ മീൻ വൃത്തിയാക്കി എടുക്കാനായിട്ട് ഞാൻ കല്ലേൽ ഉരച്ചിട്ടാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ശകലം വിനാഗിരി, ഉപ്പും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അതിലിട്ട് വയ്ക്കും. ആവോലി എന്നല്ല, എല്ലാ മീനും അങ്ങനെ ആ വിനാഗിരിയിലും ഉപ്പിലും കുറച്ച് നേരം ഇട്ട് വെച്ച്, അല്ലെങ്കിൽ കുടംപുളി ഇട്ട് വെച്ചാലും നല്ല പെട്ടെന്ന് അതിൻ്റെ ഉളുമ്പ് പോയിട്ട് വൃത്തിയായി കിട്ടും. അതിലേക്ക് നമ്മൾ ചെറിയുള്ളി, കരിവേപ്പിലയും കൂടി മൂപ്പിച്ചിട്ട് ചാറങ്ങോട്ട് നല്ലോണം വറ്റി കുറി കഴിയുമ്പോൾ എണ്ണ തെളിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും, ഇപ്പോൾ ഇതിനകത്ത് ചാറ് തീരെ കുറവാണ്. ഇപ്പോൾ നമ്മൾ ആ തിളച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിട്ടാണ് അതങ്ങനെ വെള്ളം പോലെ തോന്നുന്നത്. ഇതിപ്പോൾ അടുപ്പത്തുനിന്ന് വാങ്ങി കഴിയുമ്പോൾ സെറ്റായിട്ടുണ്ടാവും. നല്ല ചുവപ്പ് നിറവും കിട്ടും. എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി കുറവ് കൊണ്ടാണ് ഇതിൻ്റെ കളറ് കാണാത്തത്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കും.